ഓരോ ദിവസം കഴിയും തോറും മുന്നണികൾ കൂട്ടുകയും കിഴിക്കുകയും ചെയ്യുന്നു. അവരുദ്ദേശിക്കുന്ന സംഖ്യയിലേക്ക് എത്താനാകാതെ വിഷമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ കണക്കുകളാണ് UDF-ഉം LDF-ഉം ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത്. 100-110 സീറ്റ് വരെ എത്തിയ UDF ഇപ്പോൾ അത് കുറഞ്ഞ് 80 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാണ്ട് 90 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ LDF ഇപ്പോൾ 75 സീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെ പോകുന്നു. പല മണ്ഡലങ്ങളുടെയും ഒക്കെ കണക്കുകൾ പലരും പുറത്തുവിടുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ നേമത്ത് ശക്തമായ മത്സരം നടന്ന നേമത്ത്, അവിടെ ഒരു ത്രികോണ മത്സരം എന്ന് തന്നെ പറയാനില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസിന് അവിടെ വലിയ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ അവിടെ കോൺഗ്രസ് ജയിച്ച് കയറുമെന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശബരിനാഥ് 4500 വോട്ടിന് ജയിക്കും. എങ്ങനെയാണ് അദ്ദേഹം ജയിക്കുന്നത് എന്നുള്ളതിന്റെ വിശദമായ കണക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. 70% മുസ്ലിം വോട്ടുകൾ ശബരിനാഥിനാണ് ലഭിച്ചത്. ക്രിസ്ത്യൻ നാടാർ വോട്ടുകൾ പൂർണ്ണമായി തന്നെ ശബരിനാഥിന് ലഭിച്ചു. മുൻകാലങ്ങളിൽ BJP-യിലേക്ക് പോയ ഹൈന്ദവ വോട്ടുകൾ ലഭിച്ചു. അങ്ങനെ ശബരിനാഥ് ടോട്ടൽ വോട്ട് ചെയ്ത വോട്ടിന്റെ 49,500 വോട്ട് പിടിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തെത്തും. രണ്ടാം സ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറാണ്. 45,000 വോട്ട് അദ്ദേഹം കിട്ടും. മൂന്നാം സ്ഥാനത്തേക്ക് 40,000 വോട്ടുമായി ശിവൻകുട്ടി എത്തുമെന്നാണ് കോൺഗ്രസിന്റെ റിപ്പോർട്ട്. ഏതായാലും വളരെ വിചിത്രമായ കാര്യം, LDF-ഉം UDF-ഉം ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, തങ്ങളുടെ എതിരാളി ചന്ദ്രശേഖർ ആണ് എന്നുള്ള. LDF-ഉം ഇത് തന്നെയാണ് പറയുന്നത്, അവർ ജയിക്കും, രണ്ടാം സ്ഥാനം BJP വരുമെന്നാണ് പറയുന്നത്. ഇനി മറ്റു വിചിത്രമായ ഒരു കാര്യം, ഇതേ രീതിയിലാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയതെങ്കിൽ ഒരുപക്ഷെ 140 സീറ്റ് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം നാമമാത്രമായി ഉള്ള പ്രവർത്തനം നടത്തിയെടുത്ത് ബൂത്തിൽ പോലും ഇരിക്കാൻ ആളില്ലാത്തടത്ത്, അതായത് മുൻപ് K മുരളീധരൻ പിടിച്ച വോട്ടിന്റെ 7 അയലത്ത് പോലും എത്തുമോ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ സംശയിക്കുന്ന ഒരു മണ്ഡലത്തിലാണ് 4500 വോട്ടിന് ശബരിനാഥ് ജയിക്കും എന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ഈ ഒരു കണക്കാണോ ഇപ്പോൾ ഇവർ പുറത്തു പറയുന്നത് 110 സീറ്റിലെ 120 സീറ്റ് എന്നൊക്കെ പലരും സംശയിക്കുന്നു. സംശയിച്ചാലും തെറ്റു പറയാനില്ല. കണക്കുകൾ ഏതായാലും മെയ് 4 വരെ ഇല്ലെങ്കിൽ മെയ് 3 രാത്രി വരെ വന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.